ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ആലോചനയിലാണ്. കാരണം കല്യാണിയുടെയും ദീപയുടെയും ഒക്കെ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ദീപ ഒരു ദിവസം മോളെ നോക്കുക, കല്യാണി മോള്. അപ്പോൾ കല്യാണിയാണെങ്കിൽ അടുക്കള പിന്നമ്പുറത്തിരുന്ന് ചാണകമൊക്കെ വാരിക്കളഞ്ഞതിന് ശേഷം പശുവിനുള്ള കാടി കലക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദീപ അങ്ങോട്ട് ചെന്നു. മോളെ എന്താ അമ്മേ എന്നും ആംഗ്യ ഭാഷയിൽ കല്യാണി ചോദിക്കുക. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. എന്താ കഴിച്ചേ? ബാലനങ്ങളുടെ വീട്ടിൽ നിന്നും ദോശ കഴിച്ചു. ബാലനങ്ങളുടെ വീട്ടിൽ നിന്നും ദോശ കഴിച്ചു എന്നോ? നീ എന്താ അമ്മയോട് കള്ളം പറയുവാണോ? ഇല്ല, ഞാൻ കള്ളം പറയുകയല്ല. നോണയൊന്നും പറയണ്ട. മോള് ബാലൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. ഇല്ലമ്മേ, കഴിച്ചു. ബാലൻ ചേട്ടൻ എനിക്ക് ദോശ തന്നു. അത് കേട്ടതും എന്നാ പിന്നെ ഞാൻ ബാലൻ ചേട്ടനെ വിളിച്ച് ചോദിക്കാം എന്നും പറയാം. അയ്യോ, അത് വേണ്ട. ഇനിത് പറയുമ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞൂടെ മോളൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ദേ, കള്ളം പറയരുത്. എൻ്റെ മോളൊന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാം. പശുവിന് കാടി കലക്കുമ്പോൾ പശുവിൻ്റെ വിശപ്പ് മാറ്റുമ്പോൾ എൻ്റെ മോക്കൊന്നും കഴിക്കണ്ടേ? വേണ്ടമ്മേ, എനിക്ക് വിശപ്പൊന്നുമില്ല. അത് കേട്ടതും നമ്മുടെ ദീപ എന്തായാലും മോള് വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ, അത് വേണ്ട, അമ്മ കഴിക്ക്. അമ്മ പട്ടിണി കിടക്കാൻ പാടില്ല. എൻ്റെ അമ്മ പട്ടിണി കിടക്കരുത് ഒരിക്കലും എന്നും കല്യാണി പറയാം. അത് കേട്ടതും ഞാൻ പട്ടിണി കിടക്കരുതെന്നോ? എന്താ മോളെ ഈ പറയുന്നേ? എൻ്റെ മോള് നീ പട്ടിണി കിടക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ മോളെ? അത് കേട്ടതും അമ്മയ്ക്ക് കഴിക്കാൻ വിലക്കൊന്നുമില്ലല്ലോ, ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. എനിക്ക് വിശപ്പൊന്നും ഇല്ലമ്മേ. വിശപ്പൊക്കെ സഹിക്കാൻ ഞാൻ ഒരുപാട് പഠിച്ചു. അത് കേട്ടതും വേണ്ട, അത് വേണ്ട, മോള് വാ, എൻ്റെ മോള് വാ, നമുക്ക് വല്ലതും കഴിക്കാം. അമ്മ വല്ലതും തരാം, വാന്നേ. അത് കേട്ടതും വേണ്ടമ്മേ, എനിക്ക് വേണ്ട. അച്ഛനറിഞ്ഞാൽ തല്ലും, അമ്മയെ തല്ലും. എന്നെ തല്ലിയാലും കുഴപ്പമില്ല, അമ്മയെ തല്ലും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ ആരുമില്ല. മോള് വാ, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. മോള് വാ, അമ്മ കുറച്ച് മോക്ക് വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം കല്യാണി പേടിച്ച് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. പെട്ടെന്ന് തന്നെ ദീപ ഭക്ഷണം പാത്രത്തിൽ വിളമ്പി. അതിനുശേഷം കറിയൊക്കെ ഒഴിച്ചിട്ട് ഇന്ന് മോക്ക് ഞാൻ വാരിത്തരാം. അമ്മ വാരിത്തന്നിട്ട് കുറേ നാളായില്ലേ? എന്നാൽ പിന്നെ ഞാൻ തന്നെ വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ദീപ സന്തോഷത്തോടെ ചോറും കറിയും കൂടെ കുഴയ്ക്കുക. അതിനുശേഷം ആ ചോറെടുത്ത് കല്യാണിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്നും വന്ന മൂങ്ങ അതൊരൊറ്റ തട്ടിയതും പാത്രം ചോറൊക്കെ തെറിച്ചു പോയി. ദീപ പേടിച്ച് ചാടി എഴുന്നേറ്റു. അത് കണ്ടുകൊണ്ട് പ്രകാശം വരുക. ഈ സമയം കല്യാണി പേടിച്ച് നിൽക്കുക. അമ്മേ, എന്താ അമ്മയെ കാണിച്ചത്? നീ എന്താടി കാണിച്ചത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വൃത്തികെട്ടവളെ വീടിനകത്ത് കയറ്റരുതെന്ന്? പിന്നെ ഇവളെ ഇതിനകത്ത് കയറ്റി. നീ എന്തിനാടി എൻ്റെ മോനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ അവൾക്ക് വിളമ്പി കൊടുത്തത്? അമ്മ, ഇവിടെ ഭക്ഷണം വേറെയും ഉണ്ട്. ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം എല്ലാം ഞങ്ങൾക്കുള്ളതാ, ഞങ്ങൾക്ക് മാത്രം എന്നും പറഞ്ഞ് പ്രകാശനും. അപ്പോഴേക്കും മൂങ്ങ ദീപയുടെ കരണത്തിട്ട് ഒറ്റടി. അത് കണ്ടതും കല്യാണിക്ക് സഹിച്ചില്ല. കല്യാണി വേണ്ട വേണ്ട എന്നും ആംഗ്യ ഭാഷ പറയാ. എടി എരണം കെട്ടവളെ, നിന്നോട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടും നീ ഇങ്ങോട്ട് കയറി. നിനക്ക് എത്ര ധൈര്യം വേണം? വാടി ഇവിടെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി എന്നും പറയാ. അത് കേട്ടത് പ്രകാശേട്ടാ, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ നിർബന്ധിച്ചിട്ട് അവള് വന്നത്. അവളൊന്നും കഴിച്ചില്ലായിരുന്നു. പശുവിന് കാടി കലക്കുന്നവള് കാടിവെള്ളം കുടിക്കട്ടെ. ഇല്ലെങ്കിലേ ഇവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ പുഴയിലെ ചെളിവെള്ളം ഞാൻ ഇവളെ കൊണ്ട് കുടിപ്പിച്ച് വയറ് നറപ്പിക്കാം. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ വലിച്ചുകൊണ്ട് ചെല്ലുക. തള്ളടാ, തള്ള്, ഇവളെ കൊണ്ട് കായലിൽ തള്ള് എന്നും മൂങ്ങയും പറഞ്ഞുകൊണ്ട് വരിക. ദീപയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി വരിക. പ്രകാശേട്ടാ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ പ്രകാശേട്ടാ, ഒന്നും ചെയ്യല്ലേ, മാറി നിൽക്കടി അങ്ങോട്ട് എന്നും പറഞ്ഞ് കല്യാണിയെ വലിച്ച് പുഴയിലേക്ക് തള്ളിവിടും. അപ്പോഴേക്കും കല്യാണി വീണില്ല, അവിടെ തന്നെ നിന്നു. നീ വീണില്ലല്ലേ? നിനക്കൊടുക്കത്തെ ശക്തിയാണല്ലോടി, എന്ന് ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഇതെന്താടി നിന്റെ കഴുത്തിലൊരു മണി? ഇത് നിന്റെ അമ്മ നിന്നെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ? എന്നാലേ ഈ മണി ഇനി നിന്റെ കഴുത്തിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ആ മണി വലിച്ചു പൊട്ടിക്കുക. അത് കണ്ടതും നമ്മുടെ ദീപ പൊട്ടിക്കരയുക. അയ്യോ പ്രകാശേട്ട, വേണ്ട, ഒന്നും ചെയ്യരുത്, ഇനി ആവർത്തിക്കില്ല പ്രകാശേട്ട. മോള് എന്തായാലും ഇനി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ഞാൻ കൊടുക്കില്ല പ്രകാശേട്ട, എൻ്റെ മോളെ വെറുതെ വിട്ടേക്കെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ കാല് പിടിച്ച് കരയുക. എടി എരണം കെട്ടവളെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന്?
പിന്നെ നീ എന്തിനാടി എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങോട്ട് നീങ്ങി നിൽക്ക്. പക്ഷെ എന്തായാലും ഇന്നത്തോടെ നിന്നെ കൊന്നിട്ടേ ഞാൻ എന്താന്ന് വെച്ച് ചെയ്യൂ. അയ്യോ പ്രകാശേട്ടാ വേണ്ട, എൻ്റെ മോളെ കൊല്ലരുത്, എൻ്റെ മോൾക്കൊരു ആപത്ത് സംഭവിക്കരുത്. ഞാൻ കാല് പിടിക്കുക പ്രകാശേട്ടാ, എനിക്ക് വേണ്ടി എൻ്റെ മോളെ വെറുതെ വിട് പ്രകാശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ കരഞ്ഞ് മെഴുകുക. ഈ സമയമാണെങ്കിൽ മൂങ്ങ വിടാൻ പറ്റില്ലടി, നീ ഇന്ന് കാണിച്ച അഹങ്കാരം ഇനിയും കാണിക്കില്ല എന്ന് ആര് കണ്ടു? ഇല്ല, ഞാൻ ഒരിക്കലും ഇനി അഹങ്കാരം കാണിക്കില്ല. എൻ്റെ മോളെ ഇനി ഞാൻ അകത്തേക്ക് കൊണ്ടുവരില്ല. കാടിവെള്ളം കുടിക്കേണ്ടി വന്നാലും അവൾക്ക് ഞാൻ വീട്ടിലെ ഭക്ഷണം കൊടുക്കില്ല, സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാശം എന്നും പറഞ്ഞ് പ്രകാശനും മൂങ്ങയും കൂടെ അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ദീപ ഓടിപ്പോയി ആ മണി എടുത്തോണ്ട് വരിക. എൻ്റെ മോളെ ഇത് കഴുത്തി കെട്ടിക്കോ. വേണ്ടമ്മേ വേണ്ട, ഇത് കഴുത്തി കെട്ടിയ അച്ഛൻ ചിലപ്പോൾ എന്നെ വഴക്കു പറയും, അമ്മയെ തല്ലും, അച്ഛനത് പറിച്ചു കളഞ്ഞതല്ലേ, അതുകൊണ്ട് വേണ്ട. ഇതെൻ്റെ മോളുടെ കഴുത്തിലില്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ മോളെ പുഴയിലേക്ക് തള്ളിയിടും. ആരെങ്കിലും അല്ല, സ്വന്തം അച്ഛൻ തന്നെ അത് ചെയ്യും. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയണ്ടേ, എൻ്റെ മോൾക്കൊരു ആപത്ത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അമ്മയ്ക്ക് അറിയണ്ടേ, അതിനെ മണിമോള് കെട്ടിയേ പറ്റൂ, കെട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദീപ കെട്ടിക്കൊടുക്കുക. ഈ സമയം കല്യാണി പേടിച്ച് അത് കെട്ടുക. അതിനുശേഷം ദീപ കല്യാണി കെട്ടിപ്പിടിച്ച് കരയുക. എൻ്റെ മോക്ക് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു ജീവിതം തന്നെന്ന് എനിക്കറിയില്ല. പെൺമക്കളെ വെറുക്കുന്ന അച്ഛൻ്റെ ഇടയിലാണല്ലോ എൻ്റെ പൊന്നുമോള് വന്ന് ജനിച്ചത്. സാരമില്ല മോളെ, സാരമില്ല, അമ്മയുണ്ടാവും എന്നും കൂടെ. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമുക്ക് ഒരുമിച്ച്. എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മയും പിന്നെ ജീവനോട് ഉണ്ടാവില്ല. നമുക്ക് ഒരുമിച്ച് പോകാം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കെട്ടിപ്പിടിച്ച് ദീപ പൊട്ടിക്കരയുക. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശനും ഇരുന്ന് കരയുക. ഈ സമയം കല്യാണി വരിക. അച്ഛാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വല്ലതും കഴിച്ചാലോ? കഴിക്കാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കല്യാണിയെ നന്നായിട്ട് നോക്കുക. അച്ഛനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? മോളെ, മുമ്പ് മോളുടെ കഴുത്തിലൊരു മണി ഉണ്ടായിരുന്നില്ലേ, ആ മണി എവിടെ? അത് ഇതുവരെ എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. പിന്നീട് അതിനുശേഷം എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോൾ അതഴിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ അമ്പലത്തിലെ മണി അടിക്കുന്നതിനോടൊപ്പം ആ മണിയും അടിച്ചിട്ടാണ് ഞാൻ വരാറ്. അമ്മയുടെ ധൈര്യത്തിന് വേണ്ടി എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന മണിയാ അത്. അറിയാം മോളെ ഭിക്ഷക്കാരെ ഒന്നും തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയല്ല, അതോർത്ത് പേടിച്ചിട്ടുമല്ല. ഈ ദുഷ്ടനായ ഞാൻ എൻ്റെ മോളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാ മോളുടെ അമ്മ അങ്ങനെ ചെയ്തത്. അത്രയും സുരക്ഷിതമായിട്ടാ മോളെ നോക്കിയത്. മോളൊന്ന് എങ്ങോട്ടെങ്കിലും നീങ്ങുന്നതോ ആ മണി ഭയങ്കരമായിട്ട് കുലുങ്ങുന്നതോ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മോളുടെ അമ്മ ഓടി വരും, മോളെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നറിയാൻ. അതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അവളുടെ അന്നത്തെ ടെൻഷനും പേടിയും വേവലാതിയും ഒക്കെ ഇന്നും എൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. പാവം ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും അവൾ കരയാറുണ്ടായിരുന്നു നിനക്ക് വേണ്ടി. നീ ഭക്ഷണം കഴിക്കാതെ കിടക്കുമ്പോഴൊക്കെ അവളും പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അന്നൊക്കെ വിക്രത്തിൻ്റെ വിശപ്പും വയർ ഫുള്ളാകലുമായിരുന്നു എൻ്റെ നോട്ടം. പക്ഷേ മോളുടെ അമ്മയും മോളൊക്കെ പട്ടിണി കിടക്കുമ്പോൾ അതിലൊക്കെ ഓർത്ത് സന്തോഷിച്ചവളാണ് ഞാനൊരു ക്രൂരനല്ലേ മോളെ, ഒരു ക്രൂരൻ. എന്നെപ്പോലെ ഒരു ക്രൂരൻ ഈ ലോകത്ത് വേറെ ഉണ്ടോ? ഇതുപോലൊരു അച്ഛനെ കിട്ടിയത് മോളുടെ ഏതോ ജന്മത്തിൽ ചെയ്ത തെറ്റാണ് അല്ലേ? ഇല്ല അച്ഛാ, ഞാനിപ്പോൾ അതൊന്നും ചിന്തിക്കാറില്ല, ഓർക്കാറ് പോലുമില്ല. അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് എന്താ കാര്യം? കഴിഞ്ഞു പോയില്ലേ. അച്ഛനൊന്നും അത്ര വലിയ ക്രൂരനല്ല. ക്രൂരരായത് ആ ഗംഗാപ്രസാദൊക്കെയാണ്. മോളെ ഞാനന്ന് പുഴയിൽ തള്ളിയിട്ടായിരുന്നു, മോൾക്ക് ഓർമ്മയുണ്ടോ? അതുകൊണ്ടൊരു ഗുണമുണ്ടായി. നന്നായിട്ട് നീന്താൻ എനിക്കറിയാം, നീന്താനും പഠിച്ചു, വള്ളം തുഴയാനും പഠിച്ചു. മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ മാർഗവും മോള് കണ്ടെത്തി അല്ലേ? അതെ അച്ഛാ, അതൊക്കെ ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം അറിയാം. അന്നത്തെ കല്യാണിയാണ് ഇന്ന് ഈ നിലയിലുള്ള കല്യാണിയായിട്ട് എന്നെ മാറ്റിയത്. അന്നത്തെ എൻ്റെ ഗുണപാഠങ്ങളാണ് ഇന്ന് ഞാൻ ഇത്രയും ചങ്കൂറ്റത്തോടെ ജീവിക്കുന്ന ഒരു കല്യാണിയായി മാറിയത്. അതിനൊക്കെ കാരണക്കാരൻ അച്ഛൻ തന്നെയാണ്. അങ്ങനെ പറയണ്ട മോളെ. അച്ഛൻ്റെ ക്രൂരതകൾ കൊണ്ട് ഒരുപാട് പാഠം പഠിച്ച മോള് ഇന്ന് വലിയ നിലയിലെത്തി. ദൈവങ്ങൾ മോളെ ഉയരങ്ങളിലെത്തിച്ചു. അത് പറഞ്ഞാൽ മതി. ഈ അച്ഛനെ മോളുടെ കഴുത്തിൽ കെട്ടിയ മണിയൊന്ന് കാണണം. അതിനെന്താ അച്ഛാ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. എന്നിട്ട് അച്ഛനെ ഞാൻ ആ മണി കാണിച്ചു തരാം. എന്തായാലും ആദ്യമല്ലോ കഴിക്കേ. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കല്യാണിയോടൊപ്പം അങ്ങോട്ട് കഴിക്കാൻ പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി വെപ്പൊക്കെ വെച്ചിട്ട് രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗംഗാപ്രസാദ് കണ്ണാടി നോക്കി നല്ല സെറ്റപ്പ് ആവുക. എങ്ങനെയുണ്ടടി എന്നെ കാണാൻ? എനിക്ക് ചിരി വരുക. ഇതെന്ത് കോലവാ? ശരിക്കും ഒരു അപ്പൂപ്പനെ പോലെ തന്നെയുണ്ട്. എന്ത് ചെയ്യാനടി, ശത്രുക്കളെ കൊല്ലാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എടാ, നീ എന്തു പറഞ്ഞാലും ഞാനും ചെയ്യും. ശത്രുക്കളെ കൊന്ന് നമുക്കവരെ കൊല വിളിക്കാം. അതിനുശേഷം വൃശ്ചിക മാസം ആയതുകൊണ്ട്
ഇനിയിപ്പം അങ്ങോട്ട് അയ്യപ്പന്മാരുടെ തിരക്കായിരിക്കും. അയ്യപ്പന്മാർക്കിടയിലിരിക്കുന്ന നമ്മളെ കല്യാണിയോ കിരണോ ഒന്നും ശ്രദ്ധിക്കുകയില്ല. കാർത്തിക എന്തായാലും ക്ഷേത്രത്തിൽ വരാതിരിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ അങ്ങ് തീർക്കാന്നേ എന്നൊക്കെ പറയാ. ഇത് കേട്ടതും അതൊക്കെ ഈസിയാടാ, ഇപ്പൊ നമ്മളെ കണ്ട ആരും തിരിച്ചറിയില്ല. ആദ്യം കെട്ടിയ 2 വേഷവും നന്നായിട്ട് അറിയുമായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ വേഷം ആർക്കും മനസ്സിലാകത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം ദേ അങ്ങനെ എന്തെങ്കിലും മനസ്സിലായാല് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? പിടിക്കപ്പെടില്ലെന്നേ. എന്നാ പിന്നെ സ്റ്റെഫി നീ വരാതിരിക്കുന്ന നല്ലത്. നീ വന്നാല് ചിലപ്പോൾ പിടിക്കപ്പെട്ട നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എടാ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ ഗുണ്ടകളുടെ കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഞാൻ തയ്യാറാടാ. അതല്ല നിന്റെ ആഗ്രഹം സാധിച്ച് അങ്ങനെ ചാകാനാണെങ്കിൽ അത് നല്ലത്. പക്ഷേ ഇത്രയും കാലം നമ്മൾ കൊല്ലാൻ പോയവർക്കിടയിലേക്ക് വന്നു കയറിയത് കിരണിൻ്റെ വീട്ടുകാരും ഒക്കെയാണ്. ഇപ്രാവശ്യം കല്യാണിയുടെ അമ്മ പോയി. കല്യാണിക്ക് അത് നല്ല സങ്കടമായിട്ടുണ്ട്. അവരൊന്നും നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ല. എന്നിട്ടും ആ പാവ അമ്മ മരിക്കേണ്ടി വന്നു. സാരമില്ല, അവരല്ലേ ഇടയിലേക്ക് കയറി വന്നത്. കാർത്തികയെ സംരക്ഷിക്കാനായിട്ട് അവരൊക്കെ എന്തിനാ വന്നതെന്നറിയില്ല. അങ്ങനെ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്രാവശ്യം നമുക്ക് പിഴയ്ക്കാൻ പാടില്ല. ഒന്നിൽ പഴിച്ച 3 ആദ്യം കിരണ്, അത് കല്യാണിയുടെ അച്ഛന് കിട്ടി. രണ്ടാമത് ലക്ഷ്മി, അത് ദീപയ്ക്ക് കിട്ടി. മൂന്നാമത്തേത് ഉറപ്പായിട്ട് പിഴയ്ക്കാതെ തന്നെ കാർത്തികയുടെ പള്ളയ്ക്ക് കത്തി കുത്തി ഇറക്കണം. അവള് പെടഞ്ഞു വീണ് മരിക്കുന്നത് നമുക്ക് കാണണം. അമ്പലം ആയാലും അവിടെ ചോര ഒഴുകുന്നത് നമുക്ക് ഒരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദും നമ്മുടെ സ്റ്റെഫിയും ഇങ്ങനെ നിൽക്കുക. എടാ, എന്തായാലും ഇപ്രാവശ്യം ശത്രുക്കളെ കൊന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. കാർത്തികയും ലക്ഷ്മിയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെന്നൈയിലേക്ക് പോകാടാ. അവിടെ പോയിട്ട് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മൾ ഇത്രയും നാളും പൊരുതി പോരാടി ഇവിടം വരെ എത്തിയത്? സ്റ്റെഫി, എന്തായാലും ഇത് അപകടം പിടിച്ച പണിയാ. ക്ഷേത്രത്തിൽ വെച്ച് അവൻ ആരെങ്കിലും നമ്മളെ കണ്ടാൽ അത് വേറെ പ്രശ്നമായി മാറും. അതുകൊണ്ട് നമ്മളെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. ഇല്ലടാ, ഞാൻ വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വന്നേ പറ്റൂ. എന്തായാലും എനിക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇതോടുകൂടെ കാർത്തികയെ ലക്ഷ്മിയെയും കൊന്നിരിക്കണം. അതിൽ ഞാൻ കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുക. ഈ തീരുമാനം ഞാൻ ഒരിക്കലും മാറ്റില്ല. എന്തുകൊണ്ടും ആ കാർത്തിക അവളെൻ്റെ എല്ലാ സ്വത്തും തട്ടിയെടുക്കാനായിട്ട് ജനിച്ചു വന്നവളാ. അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഗംഗാപ്രസാദ് പറയാ, ഈ വേഷം നമുക്ക് എന്തായാലും ഗുണം ചെയ്യുമെന്ന് തോന്നുന്നേ. അയ്യപ്പസ്വാമിയുടെ മാസം ആയതുകൊണ്ട് നമ്മളെ ആരും തിരിച്ചറിയത്തുമില്ല. കാരണം അയ്യപ്പസ്വാമി നമുക്ക് വഴിയൊരുക്കി തന്നിരിക്കുക അവന്മാരെ കൊല്ലാൻ, അവളന്മാരെ കൊല്ലാൻ, ആ കാർത്തികയെയും ലക്ഷ്മിയെയും കൊല്ലാൻ. അതുകൊണ്ട് തന്നെ ഇനി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ അവളെ തീർത്തിരിക്കും. അവളെ കൊല വിളിച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കണം. എൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെ തിരിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ നിന്നൊരു മുങ്ങ് ചെന്നൈയിലേക്ക്. അവിടെ എന്നെ പൊക്കാൻ ഒരു കേരള പോലീസിനും ധൈര്യം ഉണ്ടാവില്ല. പിന്നെ ഈ ഗംഗാപ്രസാദ് ജീവിക്കുന്നത് ഒരു വലിയൊരാളായിട്ടായിരിക്കും. ഈ ഗംഗാപ്രസാദിൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ച് ഈ ഗംഗാപ്രസാദ് ഒരു വലിയ നിലയിലെത്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും എന്നൊക്കെ പറയാം. ശരി, എന്നാൽ പിന്നെ നമുക്ക് പുറപ്പെടാം. എന്തായാലും അമ്പലത്തിൽ ഇനിയും കുറേ ആൾക്കാർ വന്നു കാണും. അവിടെ അവരുടെ ഇടയിൽ പോയി ഇരിക്കണ്ടേ. അതിനിടയിൽ കാർത്തിക വരുന്നത് വരെ അവിടെ ഇരുന്ന് നമ്മൾ നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫിയും ഗംഗാപ്രസാദും കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയും കല്യാണിയെയുമാണ്. അവർ രണ്ടുപേരും അമ്പലത്തിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും അമ്പലത്തിലേക്ക് നടന്നു പോവുക. ഒരുപാട് ആഗ്രഹമുണ്ട് മോളുടെ കഴുത്തിൽ കെട്ടിയ ആ മണി കാണാൻ. എന്തിനാണെന്നറിയാമോ? അന്ന് ആ മണി ഞാൻ മോളുടെ കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിച്ചെടുത്തായിരുന്നു. ആ സമയത്ത് മോളുടെ അമ്മ അത് മോൾക്ക് വേണ്ടി കെട്ടിയ സുരക്ഷാ കവചമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അന്ന് നിന്നെ കൊല്ലാനാ ഞാനും മോളുടെ മുത്തശ്ശിയൊക്കെ ആഗ്രഹിച്ചത്. മോളുടെ മുത്തശ്ശിയൊക്കെ മരിച്ചു പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടാ മോളെ ആ കഴുത്തിൽ നിന്നും ആ മണി ഞാൻ അഴിച്ചു മാറ്റിയത്. അതുകൊണ്ട് ആ മണി എനിക്കൊന്ന് കാണണം, അതിനെ ഒന്ന് തൊഴണം. ആ മണിയാ എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചത്. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച് മോളെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് ആ മണിയാ. ആ മണി ഉള്ളതുകൊണ്ടാണ് എൻ്റെ മോള് ഇന്ന് എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. മോളുടെ ആശ്രയം തേടി ഈ അച്ഛൻ വന്നപ്പോൾ മോളെന്നെ സഹായിക്കുന്നതും ആ മണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനാകെ സെൻഡിയാകുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണി പറയാ, വാച്ച
അച്ഛൻ എന്തായാലും ഞാൻ മണി കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോവുക. അതിനുശേഷം ആ മരത്തിൻ്റെ അടുത്തെത്തി, ദേ അച്ഛ ഇതാണ് ആ മണി എന്നും നമ്മുടെ കല്യാണി. അത് കേട്ടതും പ്രകാശൻ ആ മണിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് തൻ്റെ കൈകൊണ്ട് ആ മണിയൊന്നിങ്ങനെ താങ്ങിയെടുത്തു. അതിനുശേഷം ആ മണിയിലേക്ക് നന്നായിട്ട് നോക്കി. അതിനോട് സോറി പറയുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. ഈ സമയം പ്രകാശൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ മണിയൊന്ന് വലിച്ചു പൊട്ടിച്ചെറിഞ്ഞതും എൻ്റെ മോളും ദീപയും ഒരുപാട് കരഞ്ഞു. ആ കാഴ്ചയൊക്കെ ഇപ്പോഴും തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും മാപ്പ് പറയണം, എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുവാണ് ഗംഗാപ്രസാദും സ്റ്റെഫിയും. അവർ നേരെ കണ്ടത് കല്യാണിയെയും പ്രകാശനെയുമാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.